പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് അനുവദിച്ച സർക്കാർ. കഴിഞ്ഞ തവണ അനുവദിച്ച ബോണസ് തുകയിൽ കുറവ് വരാത്ത വിധം ഇത്തവണ ബോണസ് നൽകുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 3,24,68,500 രൂപയാണ് വിവിധ ജില്ലകളിലുള്ള ഗുണഭോക്താക്കൾക്ക് നൽകിയത്. മുൻവർഷത്തേക്കാൾ കൂടുതൽ പ്രവർത്തന ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ ഓരോ ജീവനക്കാരനും നൽകാവുന്ന മൊത്തം ആനുകൂല്യങ്ങൾ മുൻവർഷത്തെ തുകയേക്കാൾ 2% മുതൽ 8% വരെ ലാഭവർദ്ധനവിന് ആനുപാതികമായി അധികം നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പത്രപ്രവർത്തക പെൻഷൻ, ഇതര പെൻഷൻ, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വിവര പൊതുജന സമ്പർക്ക വകുപ്പിൽ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ, സെക്ഷൻ ഓഫീസർ, 2 അസിസ്റ്റന്റ് എന്നീ തസ്തികകൾ സൃഷ്ടിക്കും. സ്വീപ്പർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനും നൈറ്റ് വാച്ചർ, പുറം കരാർ നൽകുന്നതിനും ഡെന്റൽ കൌൺസിൽ രജിസ്ട്രാർക്ക് അനുമതി നൽകി. ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് 71,38,04,405 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചു. 2024 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 3,24,68,500 രൂപയാണ് വിതരണം ചെയ്തത്. 1,828 പേരാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്ര തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.